ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് വിത്തുകളൊക്കെ പാകി കൊടുക്കുന്നതാണ്. മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് തൈകളും വിത്തുകളും ഒന്നും മഴയത്തൊന്നും പാകി കിളിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ കുറച്ച് പോട്ട് എടുത്തിട്ട് ഈ പോട്ടിലേക്ക് കുറച്ച് വിത്തൊക്കെ പാകിയിട്ട് മഴവെള്ളം ഒന്നും വീഴാത്ത ഒരു സ്ഥലത്ത് വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നമ്മൾ പാകി കൊടുത്തിട്ട് മഴവെള്ളം ഒന്നും വീഴാത്ത ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ മഴയൊക്കെ കുറച്ച് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തൈകളൊക്കെ മാറ്റി നട്ടു കൊടുക്കുകയും ചെയ്യാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ തന്നെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീടിന് മുകളിലുള്ള പച്ചക്കറിയൊന്നും ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. എല്ലാം തെന്നിക്കിടക്കായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറിപ്പോലും നോക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പം നമുക്ക് കുറച്ച് വെണ്ട വിത്തൊക്കെ ഒന്ന് പാകി കൊടുക്കാം. വെണ്ട വിത്തും അതുപോലെ തന്നെ മുളകരിയുമാണിത്. നമ്മൾ സപ്ലൈകോയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളകിൻ്റെ അരി ഞാൻ എടുത്തു വെച്ചിരുന്നതാണ്. നമുക്കിതൊക്കെ ഒന്ന് പാകി കൊടുക്കാം. അപ്പം ഞാൻ മുളകരി ആദ്യം പാകുകയാണ്. ഇത് ചാണകപ്പൊടിയും മണ്ണും കൂടെയാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ മുളകരി കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല നീളമുള്ള മുളകിൻ്റെ അരിയാണിത്. അതുപോലെ നമ്മൾ ഓരോ പോട്ടിലായിട്ട് കുറച്ച് വിത്തങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതെ കുറച്ച് ചാണകപ്പൊടിയും ഇട്ട് കൊടുത്ത് വെച്ചിരുന്നാൽ മതി. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വെള്ളം തളിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ചെറുതായിട്ടൊന്ന് തളിച്ച് കൊടുക്കണം. ഇപ്പം ഇതിന് കുറച്ച് നനവുള്ളത് കൊണ്ട് ഞാൻ വെള്ളം തളിക്കുന്നില്ല. നമുക്കതിൻ്റെ മീതെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. സ്യൂഡോമോണസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്യൂഡോമോണസ് കലക്കിയിട്ട് ഇതിൻ്റെ മീതെ ഒന്ന് തളിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ തൈകളൊക്കെ നല്ല ആരോഗ്യത്തിൽ വളർന്ന് കിട്ടുകയും ചെയ്യും. സ്യൂഡോമോണസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ വീഡിയോ പിടിക്കുന്ന സമയത്ത് അതെടുക്കാനായിട്ട് മറന്നുപോയി. അതുകൊണ്ട് ഞാൻ പിന്നീട് ഇതിൻ്റെ മീതെ സ്യൂഡോമോണസ് വെള്ളം തളിക്കുന്നതായിരിക്കും. അപ്പം എപ്പോൾ നമ്മൾ വിത്തൊക്കെ പാകി കൊടുത്താലും സ്യൂഡോമോണസ് കലക്കി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ മുളകരി അപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനിയും കുറച്ച് വെണ്ടയരിയാണ്. ഇത് എൻ്റെ വെണ്ടയിൽ നിന്ന് തന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. റെഡ് വെണ്ടയുടെ വിത്താണ്. നമുക്ക് വിത്ത് ഇതിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഈ റെഡ് വെണ്ടയാണെങ്കിൽ ഒരു 2 വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തോരന് മെഴുക്കുവരട്ടിയൊക്കെ വെക്കാനുള്ളത് കിട്ടും. തോരനല്ല കൂടുതലും വെക്കുന്നത് ഞാൻ മെഴുക്കുവരട്ടിയാണ്. എങ്കിലും തോരനും വെക്കാൻ കൊള്ളാം. മെഴുക്കുവരട്ടിയും തീയിലും ഒക്കെ വെണ്ടയ്ക്ക ഉപയോഗിച്ച് നമുക്ക് വയ്ക്കാനായിട്ട് നല്ലതാണ്. ഇത്രയും വെണ്ടയിൽ നമ്മുടെ ആ ഒരു വെണ്ടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പോട്ടിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ വിത്തുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പാകി ഒക്കെ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം മഴയുടെ ശക്തിയൊക്കെ കുറയുമ്പോഴത്തേക്ക് നമുക്കെടുത്ത് നട്ടു കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വെണ്ടയിൽ അരിയൊക്കെ തന്നെ നല്ല മൂത്തത് ഉണങ്ങി വരുമ്പോൾ അതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും നമുക്ക് തീർച്ചയായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അത്ര അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചാണകപ്പൊടി അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. വിത്തുകളൊക്കെ കയ്യിലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ വെണ്ടയുടെ വിത്തും മുളകിൻ്റെ വിത്തും പാകി കഴിഞ്ഞു. ഇനി കുറച്ച് സ്യൂഡോമോണസും കൂടെ അതിൻ്റെ മീതെ ഒന്ന് തളിച്ച് കൊടുക്കണം. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.